പൈസ കൊടുത്തയച്ചവരുണ്ട്. ഒത്തിരി പേര് നമ്മളെ ഭർത്താവ് ഖബറിലുണ്ട്, ഭാര്യ ഖബറിലുണ്ട്, മക്കള് ഖബറിലുണ്ട്, ഉപ്പ ഖബറിലുണ്ട്, ഉമ്മ ഖബറിലുണ്ട്. ആരൊക്കെ നമ്മളിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരെ ഖബർ വിശാലമാവാ. അവരെ ഖബറിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാമാർ ഇറക്കി കൊടുക്കുന്ന ഫാത്തിഹയാണ്. ഇലാ ഹളറത്ത് റൂഹി നബിയനാ വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. കഴിഞ്ഞ ആഴ്ച മാനൂർ ഉസ്താദ് മരിച്ചു. ഖബർ വിശാലായി കൊടുക്കട്ടെ. അവരെ കൂടെ നമ്മളെല്ലാം ഒരുമിച്ച് കൊണ്ടിട്ട് നമ്മളെ മക്കളെ നമ്മളെ മക്കളോടൊക്കെ ഇവിടെ നിൽക്കാൻ 66 എത്തിയ മക്കളെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. 66 എത്തിയ മക്കളെ ഒരു ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത അവർക്ക് ഓരോ മാസം 5000, 10,000, അങ്ങനെ പല ആളുകൾ 66 എത്തിയ മക്കള്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആ എത്തിയ മക്കളെ ഏറ്റെടുക്കാൻ ഓല സാന്നിധ്യത്തിൽ ദ്വാരുന്ന ഉത്തരവുറപ്പ്. അങ്ങനൊക്കെ അറിയോ? ഞാനൊക്കെ എത്ര കരുതിക്കണം. ഞാൻ എത്തിങ്ങളിൽ പഠിക്കും. ഞാൻ എന്റെ അഞ്ചന്മാരൊക്കെ എത്തിങ്ങളിൽ പഠിക്കുമ്പോൾ ഒരു മുട്ടായി കിട്ടാൻ ഞങ്ങൾ കരുതിച്ചത് എനിക്കറിയില്ലേ? ഒരുപാട് കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മുട്ടായി ഞങ്ങൾക്ക് ആരുമില്ല. പാപ്പിയും മരിച്ചു, ഉമ്മാനെ കുഞ്ഞാൻ, ഉമ്മാനെ വേറെ കല്യാണം കഴിച്ചു, നോക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാ മാസവും എത്തിങ്ങനെ മക്കളെ കൊണ്ടുപോകും. ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല. എല്ലാ മക്കളും പോകും. ഞങ്ങൾ ആരും കൊണ്ടുപോകണ്ടാവില്ല. എല്ലാ എത്തിഹാലിൽ പഠിക്കുമ്പോ എല്ലാ മക്കളും ഉമ്മമാരെ വെള്ളിയാഴ്ച കാണും. ഞങ്ങളെ കാണാൻ ആരും വരില്ല. തോന്ന മക്കളെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുക്കും. ഒരുപാട് ഇരുന്ന് കരുതിച്ചാൽ കുപ്പായം ആഗ്രഹിച്ചു. ഒരു ദിവസം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്തേക്കാനല്ല ഞങ്ങൾ നടന്നുപോയി. അപ്പൊ അവിടെ ഒരു വീട്ടില് കുറെ കുട്ടികൾ നല്ല ചോക്ലേറ്റ് തിന്നിട്ട് നല്ല ബിസ്ക്കറ്റ് കൽബ് കൊണ്ട് ആഗ്രഹിച്ചു പഠിച്ചോനെ ആ മക്കളെ നിലത്തിട്ടിട്ടാണ് പെറുക്കി തിന്നായിരുന്നു. അങ്ങനെയൊക്കെ പട്ടിണി പറഞ്ഞിട്ട് ഇപ്പൊ എത്തിയ മക്കൾ അങ്ങനത്തെ എത്തിയ മക്കളുണ്ട്. എനിക്കറിയോ? ഒരു ഗതിയില്ല. ഒരു എത്തി കുപ്പായം കയറിയിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലേക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കുപ്പായം കയറിയിട്ട് എന്നോട് പറഞ്ഞു. കുപ്പായില്ലായിട്ടാണ് ചെന്ന് യാചിക്കേണ്ട അവസ്ഥ വെച്ചിട്ട് ചെറുപ്രായത്തിലുള്ള മക്കളെ എത്തി മാറ്റില്ല. ഒരു പെണ്ണുകൾ പറയാം പെരുന്നാക്ക് നമ്മൾ ഏറ്റെടുത്താൽ മക്കള്. ഒരു പെണ്ണുകൾ പറയാം ചെറിയ പെരുന്നാക്ക് മക്കൾക്ക് തുണി കുപ്പായില്ലത്തരെ. അപ്പൊ സക്കാത്ത് കൊടുക്കുന്ന ഒരു മുതലാളിന്റെ പോയിട്ട് ചോദിച്ചു തരാം, എന്റെ കുട്ടിക്ക് തുണി കുപ്പ എടുക്കാൻ തരും, എന്റെ നമ്പർ കൊണ്ടാകും. അങ്ങനത്തെ അവസ്ഥ ചെറുപ്പാലും ആ മക്കളെ സ്ഥാനത്തിൽ വെച്ച് ആരും ഫോട്ടോ എടുക്കരുത്, വീഡിയോ ഒന്നും എടുക്കരുതിട്ടോ. കസാല ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾ പെട്ടെന്ന് ദ്വാരക്കും. അപ്പോ എല്ലാവരും ഓർക്ക് ഒരു മാസം എല്ലാ മാസം എന്തുണ്ട് 5000 വെച്ച് 10,000 വെച്ച് 4-5 മക്കളൊക്കെ ഓരോരുത്തർ ചെറിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നു മക്കൾക്ക് സന്തോഷം അല്ലാഹു കൊടുക്കട്ടെ. KPC തങ്ങളല്ലേ അല്ലാഹു ഖബർ വിശാലാക്കട്ടെ. KPC തങ്ങൾ ആരാണ്? അതുകൊണ്ട് നിങ്ങൾ ആരും യാതൊരു കാരണവശാലിന്റെ കുട്ടികളെ എന്റെ മക്കളവര് എന്റെ കുട്ടികളാ മക്കളെ ഫോട്ടോ ആരും എടുത്തിട്ടാ 66 മക്കളുണ്ട്. 3 കുട്ടികൾ വയനാട്ടിൽ. ഇപ്പൊ ഇന്ന് 3 മക്കൾ വന്നു. ഇന്ന് 3 മക്കൾ വന്നു. ഓരോ സാന്നിധ്യത്തിൽ വെച്ച് ദ്വാരിക്കുമ്പോ അത് സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഓരോ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഒരു കൊടുക്കുന്ന പൈസ പോസ്റ്റ് എടുക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു നമ്മളെ മക്കൾ ഓരോ പ്രായത്തിൽ ഞാൻ എത്തിയ
മക്കളെ പ്രായത്തിൽ ഞാൻ എന്റെ വിജയം എന്താ പരാജയപ്പെടുന്നു ഇവിടെ അറിയാതെ കിട്ടുന്ന പൈസകളൊക്കെ എത്തി മക്കളും പള്ളി മദ്രസ ഇങ്ങനെ കൊടുക്കും. 66 മക്കള് എന്നെ കൊണ്ട് കഴിയുന്ന കാലം വരെ ഞാൻ അവരെ നോക്കുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാലം, അതിനാണ് കവറൊക്കെ കെട്ടി നമ്മുടെ കുറെ കുട്ടികളെ കെട്ടിക്കാനില്ല. പറ്റാണെങ്കിൽ ഓരോ മാസം 1000 രൂപ വെച്ചിട്ട് എത്തി മണ്ണിൽ അതൊക്കെ ആഹർത്തിട്ടുണ്ടാവും. നേരത്തെ പ്രവാസികൾ പറഞ്ഞില്ലേ കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലിനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം يوافي نعمه ويكافي مزيدا اللهم اوصل وبلغ مثل ثواب ما كرمناه وما صلينا وما صلتناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومجتبى ومربنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة بعثه مكانه محمود الذي بعثه وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وحوزنا حوض المورود. اللهم ابطل ظاهرية وباطنية وروحانية وجسمانية وشيطانية وجنية وعينية وسحرية يا رب العالمين. أرحم الراحمين يا رب രാജാതി രാജനായ അല്ലാഹ്, ഈ മജ്‌ലിസിൽ വെച്ചിട്ട് ഞാൻ എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികളെ യതീമക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരുപാട് പേര് നോമ്പെടുത്തുകൊണ്ട് ഈ മജ്‌ലിസിൽ വെച്ചിട്ട് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിന് 4600 കിലോമീറ്റർക്കപ്പുറത്ത് അന്തിവിസ്മം കൊള്ളുമ്പോൾ ഞങ്ങളെ ചങ്കിലെ ചോരയായ ഞങ്ങളെ കരളിന്റെ കണ്ണമായ ഹബീബായ മുത്തുനബിന്റെ റൗദാ ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണല്ലോ. നൂറെ ഹബീബിന്റെ മുത്തുമണികളെ പാവങ്ങളാണ്. റസൂലുള്ളാഹിനോട് വല്ലാത്ത മുഹബ്ബത്താണ്. റസൂലുള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടാണ്. അല്ലാഹുവേ, അതുകൊണ്ട് നൂറെ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റസൂലുള്ളാഹിന്റെ അർവാഹ് പെറുക്കി കൊടുക്കണമല്ലോ. അല്ലാഹുവേ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് രോഗങ്ങൾ വകവെക്കാതെ, വേദന വകവെക്കാതെ, ക്ഷീണം വകവെക്കാതെ ഒരുപാട് ആളുകൾ മജ്‌ലിസ് കാണുന്നുണ്ട്. നരകം ഹറാമാക്കണമല്ലോ, സ്വർഗം വാജിബാക്കണമല്ലോ. ഒരുപാട് പേര് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, യൂട്യൂബിലൂടെ കാണുന്നവരുണ്ട്, വരാനാഗ്രഹിച്ചിട്ട് വരാൻ കഴിയാത്തവരുണ്ട്. അവരെല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട്. അല്ലാഹുവേ, മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ലോ. ഞങ്ങള് മരിച്ചാൽ ഞങ്ങളെ ഖബറിനടുത്ത് വന്ന് എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം, എന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണം, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാൻ മക്കളുമാണ്. അതുകൊണ്ട് എന്ത് വിഷമങ്ങളാണോ നീ കൊടുത്തതെങ്കിൽ, കൗണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണമേ. ഈശോയുടെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ച് മക്കളെ കൊടുക്കണമല്ലോ. ഗർഭാശയ രോഗങ്ങളാണെങ്കിൽ അത് പരിഹരിച്ച് മക്കളെ കൊടുക്കണമല്ലോ. ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് കടങ്ങളെ
കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആധാരങ്ങൾ ബാങ്കിലാണ്, ഞങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്. നിവൃത്തികോടുകൊണ്ട് വെച്ചാൽ ഞങ്ങൾക്കറിയ പലിശ ഹറാമോ, ഞങ്ങൾക്കറിയ പലിശ ഹറാമാണെന്ന് നിവൃത്തികോടുകൊണ്ട് വെച്ചതാണ്. അല്ലാ അല്ലാ അല്ലാ, ജപ്തി നോട്ടീസ് ബാങ്കുകാർ വന്ന് ഒട്ടിക്കൊണ്ടൊരവസ്ഥ വരുത്തല്ല റബ്ബേ. ആധാരം ബാങ്കിൽ നിന്നെടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തമ്പുരാനെ സ്വർണ്ണാഭരണം ബാങ്കിൽ നിന്നെടുക്കാൻ ഒരു വഴി കാണിച്ചുകൊണ്ട് അല്ലാ അല്ലാ, ഞങ്ങളെ സ്വർണം പറ്റിച്ചു പോയിട്ടുണ്ട്, ഞങ്ങളെ ചതിച്ചിട്ട് ഞങ്ങളെ സ്വർണം വാങ്ങിയിട്ടുണ്ട്, അയൽവാസികളെ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ കുടുംബക്കാർ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളേക്ക് പൈസ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ആധാരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പല ആളുകളും ജനലിൽ പൈസ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, അവർക്കൊക്കെ തിരിച്ചിട്ട്